ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാൻ വീണ്ടും ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ഇവിടെ എടുത്തിട്ടിരിക്കുന്ന കുപ്പി, എനിക്ക് ഈ ഒരു കുപ്പിയെ കിട്ടിയുള്ളൂ കേട്ടോ. ഇത് ഒലീവ്സൊക്കെ മേടിക്കില്ലേ, ഒലീവ്സ് ഒഴിഞ്ഞ ഒരു കുപ്പിയാണ്. പിന്നെ ഈ ബോട്ടിൽ ആർട്ടിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ, നമുക്ക് ഏത് കളറാണോ കുപ്പിക്ക് ബേസായി കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. ഞാനിന്ന് ഇവിടെ ഒരു ഗ്രീൻ ടച്ചുള്ള ഒരു കളറാണ് കൊടുക്കുന്നത്. പിന്നെ ഗ്ലൂ ഗൺ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഇതാ ഈത്തപ്പഴത്തിൻ്റെ മുകളിലുണ്ടാവില്ല ഒരു പൂവ്, കണ്ടില്ലേ? എല്ലാവർക്കും മനസ്സിലാക്കാമെന്ന് വിചാരിക്കണം. ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാനിന്ന് ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതേപോലൊരു പിക്ചർ വേണം. അപ്പം ഞാനിതാ ഈ ബോട്ടിൽ ജെസ്സൊക്കെ അടിച്ച് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഞാനിതിൽ ഇട്ടിട്ടില്ല. ജെസ്സോ ഉണ്ടാക്കുന്നത് ഞാൻ വേറൊരു ബോട്ടിലാട്ട് ചെയ്യണതിന് ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ആ ബോട്ടിലാട്ടം ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിൽ ജെസ്സോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. കൂടെയുള്ള ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഈ കുപ്പിമ ഇനി ചെയ്യാനുള്ളത് ഒരു ഇഷ്ടമുള്ള കളർ നമ്മൾ ഇതിനെ അടിച്ചെടുക്കണം. ഞാനിവിടെ ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. ഇത് ഞാനിവിടെ എടുത്തിട്ടുള്ള പെയിൻറ്റ് ഇതൊക്കെയാണ്. ആക്രിലിക് കളർ ഗ്രീൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഗ്രീൻ പേൾ കളർ എടുത്തിട്ടുണ്ട്. ഇതൊരു കുറച്ചൊരു ഗ്ലേസിംഗ് ഉള്ള ഒരു പെയിൻ്റാണ്. പിന്നെ വൈറ്റും എടുത്തിട്ടുണ്ട്. ഞാനിതാ പെയിൻറ്റൊക്കെ ഈ 3 കളർ പെയിൻറ്റും ഇതിൽ മിക്സ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. വൈറ്റ് കുറച്ച് ആഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പെയിൻറ്റൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്ലാറ്റ് ബ്രഷാണ് എടുത്തിട്ടുള്ളത്. സ്പോഞ്ച് ഉപയോഗിച്ചിട്ടും ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യത്തെ കോട്ട് ഞാൻ ബ്രഷ് ഉപയോഗിച്ച് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു കോട്ടും കൂടെ നമ്മൾ ബോട്ടിൽമ കൊടുക്കേണ്ടി വരും, എന്നാലേ നല്ലൊരു കംപ്ലീറ്റ് ഫിനിഷിങ് കിട്ടുള്ളൂ. ഞാനിതാ ഒരു കോട്ട് ബോട്ടിൽമേ അടിച്ചു കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് ഇനി ഒരു കോട്ടും കൂടെ കൊടുക്കണം. പക്ഷെ ഇത് ഉണങ്ങിയതിന് ശേഷം ഇനി നമ്മൾ സെക്കൻഡ് കോട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം ഞാനിത് ഉണങ്ങി സെക്കൻഡ് കോട്ടും കൂടെ അടിച്ചിട്ട് കാട്ടിത്തരാം. അപ്പോൾ ഞാനിതാ ഗ്രീൻ കളറ് പെയിൻ്റൊക്കെ അടിച്ചിട്ട് നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഈ ഒരു പിക്ചറില്ലേ, ഞാൻ നേരത്തെ കാട്ടി തന്നില്ലേ, ആ പിക്ചർ ഞാനിങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത്ര മതി, ഈ ഒരു പോർഷൻ വരെയുള്ള ഭാഗം മതി. നമുക്കിനി ഇത് ഈ ബോട്ടിലിന്മേൽ ഒട്ടിച്ചു കൊടുക്കണം. വൈറ്റ് ഗ്ലൂ ഉപയോഗിച്ചിട്ട് നമുക്കതിന്മേൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിതാ ബോട്ടിലിന്മേൽ ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ഗൗണിൻ്റെ ഒരു ഇതിങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അവിടെ വരെ കാണുന്നുണ്ടോ? ഞാനിവിടെ പെൻസിലുകൊണ്ടാണ് അടയാളപ്പെടുത്തി കൊടുത്തുള്ളത്. ഇങ്ങനെ ഇവിടെ വരെ, ഇത് കഴിഞ്ഞ് ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ വരെ. ഓക്കെ, ഇനി നമുക്ക് ഈ പൂവില്ലേ, ഞാൻ എടുത്ത് വെച്ച ഈത്തപ്പഴത്തിൻ്റെ പൂവ്, നമുക്കിത് ഓരോന്ന് ഇവിടെ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക്
വൈറ്റ് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടില്ലേ? ഇനി ഇത് ഫുള്ളായിട്ട് ഈ വരച്ച ലൈനിൻ്റെ ഈ ഒരു ഇതിൻ്റെ പിക്ചറിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ പൂവുകൾ ഓരോന്നോരോന്നായിട്ട് ഓരോ വരിയായിട്ട് ഒട്ടിച്ച് ഫിനിഷ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പം ഞാനിതാ ഈ ബോട്ടിലിന്മേ ഇതൊക്കെ ഈ ഈത്തപ്പഴത്തിൻ്റെ പൂക്കളൊക്കെ കംപ്ലീറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്ക് ഈ പൂക്കൾ പെയിൻറ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ഫെവിക്രിലിൻ്റെ ക്രിംസൺ റെഡാണ്. കണ്ടില്ലേ? ഗ്രീനുമേ ആവാതെ നമ്മൾ പെയിൻ്റ് അടിച്ചു കൊടുക്കണം. ചെറിയ ബ്രഷ് എടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് നല്ല നീറ്റായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനിതാ കംപ്ലീറ്റ് ഫ്ലവറും പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഡ്രൈ ആയിട്ടില്ല കേട്ടോ, അടിച്ച് കഴിഞ്ഞിട്ടുള്ളൂ. കണ്ടില്ലേ? ഇനി നമുക്ക് ബോട്ടിലിൻ്റെ ഈ ഒരു പോർഷൻ കൂടെ റെഡ് അടിച്ചെടുക്കണം. അപ്പോൾ ഇതാ കംപ്ലീറ്റ് പെയിൻറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ഇത് നന്നായി ഉണങ്ങിയ ശേഷം നമുക്കിതിമേ വാർണിഷ് ചെയ്ത് കൊടുക്കണം. വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഏതൊരു ബോട്ടിലാട്ട് കഴിഞ്ഞാലും നമ്മൾ ലാസ്റ്റ് നല്ല ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വാർണിഷ്, ക്ലേ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഫിനിഷിങ് മാത്രമല്ല, പിന്നെ ലോങ് ലാസ്റ്റ് കുറച്ച് കാലം നമുക്ക് ഈ ബോട്ടിൽ നന്നായി കേടുകൂടാതെ നിൽക്കാൻ നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്യണം. അത് ഏതൊരു ബോട്ടിൽ ആട്ട് കഴിഞ്ഞാലും നമ്മളത് ചെയ്തിരിക്കണം. ഇനി ഞാനിത് നന്നായി ഡ്രൈ ആയതിൻ്റെ ശേഷം മാത്രം നമുക്ക് ഇതിമേ വാർണിഷ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇത് നന്നായി ഉണങ്ങട്ടെ. അതിനുശേഷം വാർണിഷ് അപ്ലൈ ചെയ്ത ശേഷം ഞാൻ കാണിച്ചു. അപ്പോൾ ഞാനിതാ ഈ ബോട്ടിൽ വാർണിഷൊക്കെ അടിച്ചിട്ട് നല്ല നീറ്റാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല ഗ്ലേസിങ് ഒക്കെ അല്ലേ വാർണിഷ് അടിച്ചപ്പോൾ. അപ്പോൾ ഇതാണ് ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ. താങ്ക് യു.